ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ആദരണീയരായ അഭിഷിക്തന്മാരായ ദേവദാസന്മാർ, കടന്നു വന്ന ശ്രേഷ്ഠരായ ദൈവജനം, എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സഭായോഗത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ഭാഗം മാത്രം വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കും. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പോകുന്ന വാക്കുകളിൽ പ്രധാനമായതിനത്, ഞാൻ ഭൂമിയിൽ നീ തന്ന പ്രവൃത്തി തികച്ചതുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഈ ഭൂമിയിൽ നമുക്കൊരായുസ് തന്നത് ഒരു ദൗത്യമേൽപ്പിച്ചുകൊണ്ടാണ്. എപ്പോൾ അത് തികയ്ക്കുമോ അപ്പോൾ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്തു തീർക്കാതെ ദൈവത്തിന് മഹത്വം ലഭിക്കുകയില്ല. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരായുസ്സിൽ നമ്മുടെ കയ്യിലേൽപ്പിക്കാൻ പറ്റിയ ദൗത്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. യേശു ഭൂമിയിൽ 33.5 തിരുവയസ്സ് വരെ ജീവിച്ചു. 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു മടങ്ങി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ദൈവം നമ്മെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്നെ ഏൽപ്പിച്ചതല്ല മറ്റൊരാളെ ഏൽപ്പിച്ചത്. എനിക്ക് ദൈവം നൽകിയ വിളിയല്ല മറ്റൊരാളിൻ്റേത്. നമ്മുടെ തലമുടിയും നഖവും ഒക്കെ വ്യത്യസ്തമായതുപോലെ എന്നെ ഏൽപ്പിച്ചതല്ല നിങ്ങളെ ഏൽപ്പിച്ചത്. എന്നാൽ ദൈവം ദൗത്യമേൽപ്പിക്കാത്ത ആരും ഈ ലോകത്തിലില്ല. ആമേൻ. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് നമ്മുടെ ദൗത്യം തീർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ എടുത്തു വായിക്കാൻ സമയമില്ലല്ലോ, ഞാൻ വായിക്കുന്നില്ല. മോശെ എന്ന് പറയുന്ന ദൈവപുരുഷൻ സിനായി മലയിൽ വെച്ച് ദൈവത്തിൽ നിന്ന് സമാഗമന കൂടാരം, തിരുനിവാസം പണിയുന്നതിനുള്ള എല്ലാ പ്ലാനുകളും പ്രാപിച്ചു. ഒരു മനുഷ്യനോട് പറഞ്ഞതെല്ലാം അദ്ദേഹം എഴുതിയെടുത്തു, എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം താഴെ ഇറങ്ങി വന്ന് ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ആ ഒരു വാക്ക് എത്ര പ്രാവശ്യം പുറപ്പാട് പുസ്തകത്തിലുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഹോംവർക്കായിട്ട് കിടക്കട്ടെ. ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. ഈ വാക്കുകൾ 39ഉം 40ഉം വാക്യങ്ങളിൽ അത് വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓരോ പണികളും ഒരു കൊളുത്തു മുതൽ താമ്രത്തൊട്ടി വരെ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു. അവിടെ പറഞ്ഞതൊരു മറവി വന്നില്ല. തൻ്റെ കയ്യിൽ നിന്നൊരു പ്ലാൻ എടുത്തിട്ടില്ല. ദൈവം പറഞ്ഞ സിസ്റ്റം അനുസരിച്ച് മുഴുവൻ അദ്ദേഹം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ദൈവം കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ദൈവം എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു പറയാൻ കഴിയണം. ആയുസ്സിൻ്റെ അവസാനത്തിൽ പറയാൻ കഴിയണം, ദൈവം എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. 40-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും പറയുന്നു, ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. അങ്ങനെ മോശ പ്രവൃത്തി സമാപിപ്പിച്ചു, അഥവാ തികച്ചു. ദൈവം ഏൽപ്പിച്ച പദ്ധതി തികയ്ക്കണം. നമ്മൾ മനോഹരമായൊരു വീട് പണിതാൽ അവിടെ നമ്മൾ പോയി കാണും. നമ്മൾ ചെല്ലുമ്പോൾ പറയും, കർട്ടൻ മനോഹരമാണ്, കൊത്തുപണികൾ നല്ലതാണ്, ഇവിടുത്തെ പണികളെല്ലാം നന്നായിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനും സന്തോഷിക്കാനുമുണ്ട്. പക്ഷേ അവിടെയുള്ള പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ അംഗീകരിച്ച ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് നിങ്ങളുടെ കർട്ടൻ നല്ലതാണെന്ന് പറയില്ല. നിങ്ങളുടെ ആ നല്ല പണിയാകട്ടോ, പെയിൻറ്റിന് നല്ല കളറാണ്, ഒന്നുമല്ല പറയുന്നത്. അവർ പറഞ്ഞ പ്ലാനിനനുസരിച്ചാണോ കെട്ടിടം പണിതെന്നുള്ള അവരുടെ വിഷയം. അല്ലെങ്കിൽ ഈ ജനൽ അധികമാണ്, കട്ട് ചെയ്യണം, പൊളിച്ച് കളയണമെന്ന് പറയും. ഞങ്ങൾ പറഞ്ഞ പ്ലാനിൽ നിന്ന് വ്യത്യസ്തമായ ഈ ഭാഗം നിങ്ങൾ ഇടിച്ചു കളയണമെന്ന് പറയാൻ അവർക്ക് പേടിയില്ല. സർക്കാർ അവരെ അനുവദിച്ചതാണ് പറയാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൽപ്പിച്ചതുപോലെ അല്ല ചെയ്യുന്നതെങ്കിൽ ചിലത് ഇടിച്ചു കളയേണ്ടി വരും, ചിലത് തകർക്കേണ്ടി വരും. ദൈവഹിതത്തിന് വിരുദ്ധമായതാണ് നാം ചെയ്യുന്നതെങ്കിൽ
ചിലതൊക്കെ തകർത്ത് കളയേണ്ടി വരും. ഇന്ന് പകൽ കർത്താവ് പ്രവൃത്തി തികച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. മോശ ദൈവത്തിൻ്റെ പണി തികച്ചത് ദൈവം കൊടുത്ത മാതൃക പ്രകാരമാണ്. കയ്യിൽ നിന്നൊന്നും ഇടാതെ, വേറൊരാളിൻ്റെ അഭിപ്രായം കേൾക്കാതെ ദൈവം പറഞ്ഞത് ഓർത്ത് ചെയ്യുവാൻ മോശയ്ക്ക് കഴിഞ്ഞെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന ദൈവമക്കളെ നമുക്കും അങ്ങനെ തന്നെ ചെയ്യാൻ കഴിയും. യാതൊരു വിധത്തിലും ദൈവസഭയിൽ കടന്നു വരുമെന്ന് ചിന്തിക്കാത്ത അന്നത്തെ കാലഘട്ടത്തിലെ PhD-കാരനായിരുന്ന ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ പൗലോസാക്കി ദൈവം മാറ്റി. അദ്ദേഹത്തിൻ്റെ അകത്ത് കൊടുത്ത പരിശുദ്ധാത്മ നിയോഗത്തിൽ അദ്ദേഹം അനേക കാര്യങ്ങൾ ചെയ്തതിൻ്റെ സമയക്കുറവുകൊണ്ടൊന്നും പറയുന്നില്ല. അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ എഫേസോസിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് കുത്തിയപ്പോൾ നൂറ്റാണ്ടുകളായി അവർ ഭജിച്ചു പോന്ന അർത്തമിസ് ദേവിയുടെ ശക്തി ഏതുമില്ലെന്ന് വെളിപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ തിരുവല്ല പട്ടണത്തിലൂടെ നടക്കുന്ന നമ്മുടെ കാലുകുത്തുമ്പോൾ വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട ചിലത് അഴിയണം, ചില വിടുതലുകൾ നടക്കണം, അത്ഭുതങ്ങൾ സംഭവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് അതിനൊരു ആഗ്രഹമുണ്ടാകണം. പ്രൈസല്ലോ. ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തപ്പോഴാണ് മോശയുടെ സമാഗമന കൂടാരത്തിൽ തീയിറങ്ങി, തേജസ് ഇറങ്ങി. ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്താൽ നമ്മുടെ കൂടാരത്തിലും തേജസ് ഇറങ്ങും. ഇന്ന് ഓർക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആത്മപ്രേരണയാൽ ഈ ലോകത്തിൽ നമ്മെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ നാം തയ്യാറാകുന്നെങ്കിൽ നാം പോലും അറിയാതെ ദൈവപ്രവർത്തികൾ നടക്കുന്ന വർഷങ്ങളാണിത്. ഞാൻ വിശ്വസിക്കുന്നു വലിയൊരു ഉണർവ് കേരളത്തിൽ വ്യാപരിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടി ദൈവം നമ്മെ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു സഹോദരിമാർക്ക് അതിൽ പങ്കുണ്ട്. ഇവിടെയുള്ള ബീന സിസ്റ്ററൊക്കെ ആ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ആഡായി. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ ഇവിടുത്തെ കർത്താവിൻ്റെ ദാസിനെ പോലെ തന്നെ ദൈവദാസി വളരെ ആക്റ്റീവായിട്ട് ആ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുക. കേരളത്തിൻ്റെ 14 ജില്ലകളിലും പല സ്റ്റേറ്റുകളിലും ഇസ്രായേലിലും വിവിധ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുക. സഹോദരിമാരുടെ ഒരു കൂട്ടം ഞങ്ങളോട് ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലൊരു ഉണർവ് ആരംഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് തെക്കുനിന്ന് ആരംഭിക്കും, വടക്കു നിന്ന് വരുന്ന വാളിനെ അത് ദഹിപ്പിക്കുമെന്നൊക്കെയുള്ള പ്രവചന ശബ്ദം വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളും ഓരോ ജില്ലകളിലും പോയിരുന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ആഴ്ച 2 ദിവസം വയനാട് ജില്ലയിൽ പോയിരുന്ന പ്രാർത്ഥന മാത്രം പരിശുദ്ധാത്മ വളരെ ശക്തമായ പല കാര്യങ്ങൾ ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിന്ന് പറയാൻ മാത്രം സമയമെടുക്കുന്നു. 10 വർഷത്തിന് മുൻപ് ശക്തമായ ആത്മീക ശുശ്രൂഷ ചെയ്ത് ആഴത്തിലുള്ള വെളിപ്പാട് പ്രാപിച്ച് ഒരു ദൈവദാസൻ ശുശ്രൂഷിച്ചതാണ്. എന്നാൽ അദ്ദേഹം കണ്ട വെളിപ്പാട് ചിലർക്ക് ഇഷ്ടപ്പെടാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അവർ ചില പ്രവൃത്തികൾ ചെയ്തു. അതുമൂലം അദ്ദേഹം മൗനമായി പോയി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പോലും നഷ്ടപ്പെട്ട് ഭാര്യയും മക്കളെയും പേര് പോലും മറന്നുപോയി. കെട്ടപ്പെട്ട ഒരു ദൈവദാസൻ. അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവിൽ ഒരാൾ ദൂത് പറഞ്ഞു, CLF-ലൂടെ നിങ്ങൾക്കൊരു വിടുതൽ വരുമെന്ന്. ആ മനുഷ്യനെ വയനാട് പ്രാർത്ഥനയിൽ കർണാടകയിൽ നിന്നവർ കുടുംബമായി വന്നിരുന്നു. ഞാൻ പറയട്ടെ, അന്ന് അദ്ദേഹത്തിൻ്റെ കെട്ടുപൊട്ടി. ആ യോഗത്തിൽ അദ്ദേഹം വെളിപ്പാടുകളാൽ ശുശ്രൂഷിച്ചു. ഇന്ന് പകൽ ഞാൻ പറയാം, നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ചെറുതായി കാണരുത്. നിങ്ങളുടെ അകത്തുള്ള ദൗത്യത്തെ ചെറുതായി കാണരുത്. പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച പദ്ധതികളെ ചെറുതായി കാണരുത്. ഒരു ആയുസ് മാത്രമേ ഉള്ളൂ. അത് കർത്താവിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്തണമോ അതുപോലെ പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ. പൗലോസ് തൻ്റെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചതെല്ലാം ചെയ്തു. അങ്ങനെയാണ് ഒടുവിൽ അദ്ദേഹം പറയുന്നു, ഞാൻ വിശ്വാസം കാത്തു, ഹല്ലേലൂയ, എൻ്റെ ഓട്ടം തികച്ചു. അതെ, കർത്താവ് തൻ്റെ പ്രവൃത്തി തികച്ചു. മോശയെ ഏൽപ്പിച്ചത് മോശ തികച്ചു. പുതിയ നിയമത്തിൽ പൗലോസ് തൻ്റെ ഓട്ടം തികച്ചു. നാം ആ പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന നമുക്കും പറയാൻ കഴിയണം, ഞങ്ങൾ ഓട്ടം തികച്ചു. അതെ, നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ നമുക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകാം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. സഹോദരിമാർ ഇവിടുന്ന് പലര് ആ ഗ്രൂപ്പിലുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ പ്രവർത്തനത്തെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ക്യാമ്പിൽ ദൈവവചനവുമായി കടന്നു വന്നു. അതിനുശേഷമാണ് ഞങ്ങളെ ഇവിടെയൊക്കെ ക്ഷണിച്ചതും. അങ്ങനെ മീറ്റിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ ദൈവം സഹായിച്ചു. കാണിച്ച എല്ലാ സ്നേഹത്തിനും കർത്താവിൻ്റെ ദാസിക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവസഭയോട് നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക. താങ്ക് യു.